അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു പുതിയ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി അതളൂരുള്ള ഫൈസൽ ആയിഷ ദമ്പതികളുടെ മനോഹരമായ ഒരു വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഒറ്റനില വീടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ഒതുങ്ങിയ ടൈപ്പിൽ വരുന്ന ഈ വീട് ആകെ മൊത്തം 2263 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കൊടുത്തിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ തന്നെയാണ്. മെയിൻ ആയിട്ട് വൈറ്റ് കളറിൽ വരുന്ന ഈ വീടിന്റെ സിറ്റ് ഔട്ടിലെ ഷോവാളും അതുപോലെ തന്നെ പില്ലേഴ്സിലൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ക്ലാഡിംഗ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ മൊത്തത്തിൽ ഈ LED ലൈറ്റ്സും സ്പോക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ രാത്രിയിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടിലം വ്യൂ തന്നെയാണ്. വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ വൈറ്റ് ബ്ലാക്ക് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ വീട് മൊത്തത്തിൽ വരുന്നത്. മുകളിലായിട്ട് ഇതുപോലെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ഈ ലൈറ്റ്സ് തന്നെയാണ്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ടെങ്കിലും സിറ്റ് ഔട്ടിനോടൊക്കെ ചേർന്നത് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ പില്ലറിലായിട്ടും ആ ക്ലാഡിംഗ് സ്റ്റോൺ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മളിത് ഈ സൈഡ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ അത്യാവശ്യം വീതിയിലും നീളത്തിലും ഒരു സ്റ്റെപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ സ്റ്റെപ്പിന് നേരെ മുകളിലായിട്ടുള്ള സീലിംഗിൽ നോക്കിയാൽ ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ 220-390 സൈസിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ സൗകര്യത്തോട് കൂടി ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഫ്ലോറിലായിട്ട് ഒരു വൈറ്റ് കളർ മാർബണേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ സിറ്റ് ഔട്ടിൽ ഇതേ നല്ല ഭംഗിയിൽ 3 ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വാളിലായിട്ട് 2 സിംഗിൾ വിൻഡോസ് കാണാം. പിന്നെ നമ്മൾ ഷോവാള് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നല്ല ഭംഗിയിൽ ഒരു വൈറ്റ് ഗ്രേ ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന ക്ലാഡിംഗ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് വോളിലായിട്ട് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ഡോറിനോട് ചേർന്നുള്ള ആ വാളിലും ഈ ടൈലനാണ് കേട്ടോ വരുന്നത്. ഇനി സിറ്റ് ഔട്ടിലെ സീലിംഗിലേക്ക് നോക്കിയാൽ ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തേക്ക് കയറിയല്ലേ. ഇവിടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു ഡോറാണ്. വുഡിന്റെ ഡബിൾ ഡോർ ആണ് വരുന്നത്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറിയാൽ ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ വളരെ വിശാലമായിട്ട് വളരെ വൃത്തിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹോളാണ് കേട്ടോ നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫോർമൽ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. 330-330 സൈസിൽ വരുന്ന ഈ ലിവിംഗ് ഏരിയയിൽ കയറി വരുമ്പോഴേ L ഷേപ്പിൽ നല്ല ഭംഗിയിൽ തന്നെ സോഫ അറേഞ്ച് ചെയ്തതായിട്ട് കാണാം. സോഫയ്ക്ക് നേരെ ഫ്രണ്ടിലായിട്ട് ഒരു കാർപ്പറ്റ് കൊടുത്തിട്ട് അതിന് നടുക്കായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു വുഡൻ ഗ്ലാസ് തീമിൽ വരുന്ന ഒരു ടീഫോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ആ വോളിൽ 2 വശത്തായിട്ടും സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ മറുവശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വലിയ വിൻഡോയും വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ 2 വശത്തെ വോളിലായിട്ടും നല്ല ഭംഗിയിൽ തന്നെ ഒരു വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങളിപ്പോ ഈ കാണുന്നത് നമ്മുടെ വാഷ് ഏരിയനെയും ഹോളിനെയും കൂടി ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ വോൾ കൊടുത്തതാണ്.
ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ പാർട്ടീഷൻ വോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്ലോറിൽ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഇറ്റാലിയൻ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 510x425 സൈസിൽ വരുന്ന ഒരു ഹോളാണ് കേട്ടോ ഇനി ഈ കാണുന്നത്. ലിവിംഗ് ഏരിയയിൽ കൂടാതെ ഈ ഏരിയയിലായിട്ടും ഒരു സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ബാക്ക് വാളിലായിട്ട് നോക്കിയാൽ 2 സിംഗിൾ വിൻഡോസിലും റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ഇവിടെ ഇനി സീലിംഗിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തതായിട്ട് കാണാം. ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. വളരെ സൗകര്യത്തിലാണ് കേട്ടോ ഈ ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിയാൽ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ നല്ല ഭംഗിയിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിലായിട്ട് ഒരു വൈറ്റ് കളറിൽ വരുന്ന ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ചെയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ഡിസൈനിൽ വരുന്ന വുഡിന്റെ ചെയേഴ്സ് ആണ്. ടേബിളിന്റെ ലെഗ് ആയാലും നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. ഇനി ടേബിളിന്റെ ഈ വശത്തെ വോളിലായിട്ട് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു വാൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹാളില് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷേരി ഒരുക്കിയിട്ടുള്ളത്. എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഇവിടെ വാഷേരിയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് വാളിലായിട്ട് ഫുള്ളായിട്ട് ലൂവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് നടുക്കായിട്ട് സ്ക്വയറിൽ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കാണാട്ടോ. കൂടാതെ നമ്മുടെ വാഷ് ബേസിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ബേസിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന വാഷ് ബേസിൻ ആണ് കേട്ടോ. താഴ്ഭാഗത്തായിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കളറിൽ കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു വലിയ ഹാളിലെ സീലിംഗിലായിട്ട് മൊത്തത്തിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മളിത് ഈ ഹാങ്ങിങ് ലൈറ്റ് ഓൾറെഡി കണ്ടതാണല്ലോ. ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ 2 ബെഡ്റൂം വരുന്നത്. ടോട്ടൽ ഇവിടെ 3 ബെഡ്റൂം ആണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. 390x330 സൈസിൽ വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ ഒരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു കോട്ടൺ ആണ് കേട്ടോ. ഈ റൂമിലും മൊത്തത്തിൽ വൈറ്റ് കളർ പെയിന്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കിയാൽ 2 വശത്തായിട്ടും വിൻഡോസ് വരുന്നുണ്ട്. ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ഇനി ഈ റൂമിൽ ഈ ഒരു വശത്തായിട്ടാണ് അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ തീമില് അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ വരുന്ന അലമാരനാണ്. ഇവിടെ സീലിംഗിലായിട്ടും LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഒരു വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ബാത്റൂമിലായിട്ടും ഫുള്ളായിട്ട് ഒരു ലൈറ്റ് ഗ്രേയിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. 180x180 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. ഈ ഒരു അരികിലായിട്ട് തന്നെ ഒരു വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം കണ്ട റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ നമ്മുടെ രണ്ടാമത്തെ റൂം വരുന്നത്. 390x330 സൈസിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ വളരെ സൗകര്യത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വശത്തായിട്ടാണ് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ ഒരു സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഒക്കെ വരുന്ന ഒരു കോട്ടൺ ആണ്. കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. കൂടാതെ ആ വാളിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കൂടാതെ മറുവശത്തെ വോളിലായിട്ടും വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സിനാണ് കർട്ടൻസ്. അതിനടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു അലമാരയും വരുന്നുണ്ട്. ഇനി ഈ റൂമിലും കാര്യമായിട്ട് സീലിംഗിൽ വേറെ ഡിസൈനിങ് ഒന്നും വരുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ റൂമിലെ ബാത്റൂം വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഇവിടെയും ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ മൊത്തത്തിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. 180x180 സൈസിൽ വരുന്ന ഈ ബാത്റൂമിലും ഈ ഒരു ഏരിയയിലായിട്ട് തന്നെ വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷനും വരുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ഹാളിൽ തന്നെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റെയർ കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്.
ആ ഒരു ഭാഗത്തായിട്ട് അയൺ ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിലേക്ക് പോകുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. വിൻഡോസിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ആ ബേസിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. 390-330 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂമും വരുന്നത്. ഇവിടെ റൂമിന്റെ നടുക്കായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടൊരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടനാണ് വരുന്നത്. കോട്ടിന്റെ ബാക്ക് വാൾ ആയിട്ട് നോക്കിയാലും 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. രണ്ടിലും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ആ വാളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു വാൾ ലൈറ്റും കാണാം. ഇനി അതിന് തൊട്ടടുത്ത വാളിലായിട്ടും ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ തീമിൽ അത്യാവശ്യത്തിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു റെഡിമെയ്ഡ് വാൾഡ്രോബ് ആണ്. ഈ വീട്ടിൽ ഫുൾ ആയിട്ട് സീലിംഗിൽ നോക്കിയാൽ ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈനിങ് വരുന്നത്. ഇനി ഈ റൂമിലെ ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ബാത്റൂമിലായാലും ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ തന്നെ ടൈൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ മിററും വാഷ് ബേസിനും കാണാം. 180-210 സൈസ് ആണ് കേട്ടോ ഈ ബാത്റൂം. ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. അതിന് മുന്നേ ഈ ഒരു ഭാഗത്തുള്ള വോളിലായിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലോക്കും കൂടാതെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിൽ തന്നെ വരുമ്പോൾ വുഡൻ ഗ്ലാസ് തീമിലാണ് കേട്ടോ ഇവിടെ കിച്ചണിന്റെ ഡോർ ചെയ്തിട്ടുള്ളത്. ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് വൈറ്റ് ആൻഡ് ഗ്രേ തീമിൽ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡേൺ കിച്ചൺ ആണ് ഇത്. 330-310 സൈസിൽ വരുന്ന ഈ കിച്ചണിൽ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് 4 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മിനി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിൽ വോളിലായിട്ടൊക്കെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഈ വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഒരു വുഡൻ തീമിൽ വരുന്ന ക്രോക്കറി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഡബിൾ ഡോറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ L ഷേപ്പിൽ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. റാക്കിന്റെ ബേസിലായിട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ റാക്കിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഗ്യാസ് സ്റ്റൗ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് വലിയൊരു സിങ്ക് ആണ് കേട്ടോ വരുന്നത്. ഇനി ഈ റാക്കിന് നേരെ മുകളിൽ നോക്കിയാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡബിൾ ഡോർ വരുന്ന ഒരു കുഞ്ഞു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വെന്റിലേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ വിൻഡോന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇതുപോലെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിലാണ് കേട്ടോ വരുന്നത്. ഒത്തിരി ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലാണ് കേട്ടോ സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ റാക്കിന്റെ താഴ്ഭാഗത്ത് നോക്കിയാലും ഇതുപോലെ ഫുൾ ആയിട്ട് L ഷേപ്പിൽ കബോർഡ്സ് ചെയ്തിട്ടാണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. പ്ലഗ് ട്രേ, പ്ലേറ്റ് ട്രേ തുടങ്ങി ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ റാക്കിനോട് ചേർന്നത് ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് ഈ ഒരു വശത്തെ വോളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത്. ഒത്തിരി സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഈ സ്റ്റോർ റൂമും ചെയ്തിട്ടുള്ളത്. 186-150 ആണ് കേട്ടോ ഈ സ്റ്റോർ റൂമിന്റെ സൈസ്. ഇനി ഈ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് കേട്ടാ, അത് നോക്കല്ലേ. 250-250 സൈസിലാണ് കേട്ടോ ഈ വർക്ക് ഏരിയ വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുപ്പ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ചെറിയൊരു റാക്ക് വരുന്നുണ്ട്. അവിടെ ആയിട്ട് ഈ ഒരു എൻഡിലായിട്ട് തന്നെ സിങ്കും കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയന്റെ ഫ്ലോറിലായിട്ട് ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ വാളിലായിട്ടൊക്കെ ഒരു ഗ്രേ കളർ വരുന്ന ടൈൽ തന്നെയാണ്. ഇനി ഇത് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് വരുന്നതിന്റെ ഈ ഒരു വശത്തെ വോളിലായിട്ടും ഒരു ചെറിയ കബോർഡ് വരുന്നുണ്ട്.
ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തെ വോളിലും വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. കൂടാതെ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഡോറ് തുറന്ന് നോക്കുമ്പോഴേ ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാഷിംഗ് മെഷീനും ഇവിടെ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹോളിൽ തന്നെ വന്നിട്ട് ഇവിടെ സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഹോളിനെ ഏറ്റവും മനോഹരമാക്കുന്നതിൽ ഒരു പങ്ക് ഈ സ്റ്റെയർ കേസിന് തന്നെയാണ് കേട്ടോ. ചെയറിന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റും കൂടാതെ മാർബിളൈറ്റ് ആണ് കേട്ടോ താഴ്ഭാഗത്തായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഹോളിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ഇവിടെ ടഫൻ ഗ്ലാസും വുഡ് യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സ്റ്റെയർ കയറുമ്പോൾ ആ ഓരോ എഡ്ജിലായിട്ടും ഒരു ബ്ലൂ കളറിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റെയർ ഏരിയയിലായിട്ട് ഉള്ളിലേക്ക് പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തിൽ തന്നെ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. അതിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിയാൽ ഇവിടെ ഒരു കുഞ്ഞു ഹോള് വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു ഒറ്റനില വീടാണെന്നാണ്. പുറമെ നിന്ന് നമുക്ക് കാണുമ്പോൾ ഇതൊരു ഒറ്റനില വീടായിട്ട് തന്നെയാണ് തോന്നുക. ഇവിടെ ജസ്റ്റ് ഇവർ ചെറിയൊരു ഹോള് ചെയ്തിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആയിട്ട് റൂമോ കാര്യമോ അങ്ങനെ ഒന്നും വരുന്നില്ല കേട്ടോ. ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുക്കാം എന്നുള്ള നിലക്ക് ഇങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ. പുറമേന്ന് നമ്മൾ ഈ വീട് കാണുമ്പോൾ ഇതൊരു കുഞ്ഞു വീടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് ഉള്ളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ താഴത്തെ ആ ഒരു ഹോളില്ലേ, അത് അത്രയും വലുപ്പത്തിൽ വിശാലമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതാണ് കേട്ടോ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഒപ്പം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.